നമസ്കാരം, സെബാസ്റ്റ്യനാണ്. കീം 2025 നടപടിക്രമങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പല പാരൻസും വിദ്യാർത്ഥികളും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ സീറ്റ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ വിവരം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ജില്ലാടിസ്ഥാനത്തിലൊന്ന് നോക്കാം. ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ സീറ്റുകളാണുള്ളത്, എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളാണ് എന്ന് വരുന്നതെന്ന് നോക്കാം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സീറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പരിഗണിക്കുന്ന സമയത്ത് പല വിഭാഗങ്ങളിൽ പല കാറ്റഗറികളിലായിട്ടാണ് സീറ്റ് ലഭ്യമായിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ വിഭാഗം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇതിൽ 9 കോളേജസാണുള്ളത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഈ 9 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വിവിധ ബ്രാഞ്ചുകളിലായിട്ട് അലോട്ട്മെൻറ്റിന് ലഭ്യമായിട്ടുള്ള സീറ്റുകളുടെ എണ്ണം 4050 ആണ്. അപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷനായി പരിഗണിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അവിടെ ആകെ ലഭ്യമായിട്ടുള്ള സീറ്റുകൾ ഈ 4050 ആണ്. ഈ 4050-ൽ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവരുടെ പ്രയോറിറ്റി അനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഈ 4000 റാങ്കിനേക്കാൾ താഴെയുള്ള ഒരു 10,000-ഓ 15,000-ഓ റാങ്കുള്ള ആളുകൾ അവരുടെ റിസർവേഷൻ ടേൺ അനുസരിച്ച് ഒരുപക്ഷെ ഈ സീറ്റുകൾക്കൊക്കെ എലിജിബിലിറ്റി നേടാനുള്ള സാധ്യതയുണ്ട്. ഇത് കാറ്റഗറി ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമാവും. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാറ്റഗറി ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണോമസ് ആണ്. ഗവൺമെൻറ് എയ്ഡഡിൽ നമുക്ക് 2 കോളേജാണുള്ളത്. ഒന്ന് പാലക്കാടുള്ള NSSഉം മറ്റൊന്ന് കോതമംഗലത്തുള്ള MA കോളേജും. കൂടാതെ ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണോമസിൽ TKയും, കൊല്ലത്തുള്ള TKയും. ഈ 3 കോളേജുകളിലും കൂടി നമുക്ക് ലഭ്യമായിട്ടുള്ള സീറ്റുകൾ 2240 ആണ്. സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്, ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണോമസ് കോളേജ്, ഈ കാറ്റഗറി മാത്രം പരിഗണിക്കുന്ന ആളുകളാണെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആകെ 4 2 6000 ചില്ലാനം സീറ്റുകളാണ് ഈ കാറ്റഗറിയിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ തങ്ങളുടെ റാങ്കിൻ്റെ പൊസിഷൻ അനുസരിച്ച് വേണം തങ്ങൾക്ക് ഈ സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത പരിഗണിക്കാൻ. അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ട രീതികളെക്കുറിച്ച് ഞാൻ മുൻപ് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോകളിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിലെ സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് വ്യക്തമാകും. ഇനി നമ്മൾ അടുത്ത കാറ്റഗറി പരിശോധിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞു, ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് കഴിഞ്ഞു, ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് കഴിഞ്ഞു. ഇനി വരുന്ന പ്രധാന സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജാണ്. പല ആളുകളും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമാണ്. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് കീഴിലുള്ള കോളേജുകൾ തന്നെയാണ്. സ്വയംഭരണ സ്വഭാവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും. ഉദാഹരണത്തിന് LBS കേരള ഗവൺമെൻറ് ഒരു സ്ഥാപനമാണ്. LBSൻ്റെ കീഴിൽ 2 എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. IHRയുടെ കീഴിൽ 9 കോളേജുണ്ട്. IHRDയും കേരള ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അതേപോലെ തന്നെ കേപ്പ് സഹകരണ സ്ഥാപനമാണ്. കേപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 9 എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. CPAS അങ്ങനെ തുടങ്ങി KSRTC തുടങ്ങി എല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. ഗവൺമെൻറ് ഓട്ടോണോമസ് സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. മികച്ച നിലവാരം പുലർത്തുന്ന ഒരുപാട് കോളേജുകൾ ഈ കാറ്റഗറിയിലുണ്ട്. ഇതും നല്ലൊരു സെഗ്മെൻറ്റാണ്. ഇനി സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ IHRDക്ക് 9 കോളേജുകളിലായിട്ട് 2760 സീറ്റുകളാണ് കീം അലോട്ട്മെൻറ്റിനായിട്ട് ലഭ്യമായിട്ടുള്ളത്. LBSന് 2 എഞ്ചിനീയറിംഗ് കോളേജാണുള്ളത്. 2 എഞ്ചിനീയറിംഗ് കോളേജുകളുമായിട്ട് 900 സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. കേപ്പിൻ്റെ 9 കോളേജുകളിലായിട്ട് സീറ്റുകൾ ലഭ്യമായിട്ടുള്ളത് 2790 ആണ്. ഇനി അടുത്തത് KSRTC ആണ്. KSRTCയുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിട്ട് 546 സീറ്റുകളാണ് കീം അലോട്ട്മെൻറ്റിൽ ലഭ്യമായിട്ടുള്ളത്. അടുത്തത് CPAS ആണ്. CPASൻ്റെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണുള്ളത്. വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലായിട്ട് 360 സീറ്റുകളാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്. അടുത്തത് CCE ആണ്, സെൻറ്റർ ഫോർ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ. അതിൻ്റെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. 180 സീറ്റാണ് വിവിധ ബ്രാഞ്ചുകളിലായിട്ട് ലഭ്യമായിട്ടുള്ളത്. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കൂടെ പരിഗണിക്കുന്ന 2 കോളേജുകൾ തന്നെയാണ് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് സ്റ്റാറ്റസിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജും കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജും. ഇതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജിൽ 270-ഉം കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജിൽ 280 സീറ്റുകളുമാണ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലായിട്ട് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ 8056 സീറ്റുകൾ ലഭ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് സമീകരിച്ചാൽ, നമ്മൾ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ്, ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജ്, അതേപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണോമസ്, അതുകൂടാതെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, ഈ വിഭാഗങ്ങളിലെ സീറ്റുകളെല്ലാം കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ ആകെ എത്ര സീറ്റുണ്ട്?
ഈ സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. വിവിധ കാറ്റഗറികളിലായിട്ട് ആകെ നമുക്ക് ലഭ്യമായിട്ടുള്ള സീറ്റുകളുടെ എണ്ണം 14,346 ആണ്. ഈ 14,346 സീറ്റുകളിലേക്കാണ് പ്രഥമ പരിഗണനയോട് കൂടിയിട്ട് ഓപ്ഷൻസ് നൽകുന്നത്. അപ്പോൾ പ്രഥമ പരിഗണന എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ പാരൻസും കുട്ടികളും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഇത് തന്നെയാണ്. ഇത് കൂടാതെ മികച്ച നിലവാരം പുലർത്തുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അപ്പോൾ മികച്ച നിലവാരം പുലർത്തുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ തിരഞ്ഞെടുക്കേണ്ട രീതികളൊക്കെ മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇത്തവണയും അലോട്ട്മെൻറ്റിൻ്റെ സമയമാകുമ്പോൾ, ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയമാവുന്ന സമയത്ത് നമുക്കത് കൂടുതൽ ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റാങ്കിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് 14,346 സീറ്റുകളിലേക്കുള്ള റാങ്കുകളെ ബേസ് ചെയ്തിട്ടുള്ള അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മെറിറ്റ് കാൻഡിഡേറ്റ്സ് അത് ജനറൽ ലിസ്റ്റിൽ നിന്നുള്ള അലോട്ട്മെൻറ്റ് വരുമ്പോൾ എത്ര വരെ പോകുന്നു, അതോടൊപ്പം തന്നെ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നുള്ള അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എത്ര വരെ പോകുന്നു ഒക്കെയുള്ള ആ ഒരു സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ധാരണ കൂടി ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ റിസർവേഷൻ ടേണും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് താഴെയുള്ള റാങ്ക് ആണെങ്കിൽ പോലും ഓപ്ഷൻസ് തയ്യാറാക്കാൻ കഴിയും. ഇനി റിസർവേഷൻ ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ റിസർവേഷൻ ഇല്ല എന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കരുതലോടെ വേണം ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതൊന്ന് പരിശോധിക്കുക. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിപോലെ നിങ്ങൾ ചോദിക്കുക. പല പാരൻസും വിളിക്കുമ്പോൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ തങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അവയിൽ ലഭ്യമായിട്ടുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്. 8,056 സീറ്റുകൾ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ജില്ലാടിസ്ഥാനത്തിലുള്ള സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഇമേജിൽ ഞാൻ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ പരിശോധിച്ച ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് ഇങ്ങനെയുള്ള സെഗ്മെൻറ്റിൽ ആകെ നമുക്ക് ലഭ്യമായിട്ടുള്ള അലോട്ട്മെൻറ്റിനായിട്ട് ലഭ്യമായിട്ടുള്ള 14,346 സീറ്റ്. ഈ എല്ലാ സീറ്റിലെയും ഫീ ഒരേപോലെയല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു 10,000 രൂപയുടെ അടുത്ത് വരുന്ന ഫീ ആണ് നമുക്ക് വരിക. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ കോളേജുകളുടെയും കോഴ്സുകളുടെയും അടിസ്ഥാനത്തിൽ ഫീയിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ ഫീയുടെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുക. ഫീ വ്യത്യാസം 2 രീതിയിൽ വരും. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ 2 തരം സീറ്റുകളാണുള്ളത്. മെറിറ്റ് ഫുൾ ഫീ, മെറിറ്റ് ലോവർ ഫീ. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കുക. മെറിറ്റ് ലോവർ ഫീ, മെറിറ്റ് ഫുൾ ഫീ. അപ്പോൾ ഒരു കോളേജിൽ 50 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 50 സീറ്റിൽ 50% മെറിറ്റ് ഫുൾ ഫീയും 50% മെറിറ്റ് ലോവർ ഫീയുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോളേജിൻ്റെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് കുറഞ്ഞ ഫീ ആദ്യത്തെ പരിഗണനയിലും, ആദ്യത്തെ പരിഗണന കുറഞ്ഞ ഫീയിൽ വെച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള കൂടിയ ഫീ മെറിറ്റ് ഫുൾ ഫീ പരിഗണിക്കപ്പെടാനായിട്ട് ഓപ്ഷൻ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് അതുകൂടെ ചേർക്കണം. അപ്പോൾ ഈ 2 ഇനത്തിലുള്ള ഫീയും വരുന്ന രീതിയിൽ ഓപ്ഷൻസ് തയ്യാറാക്കണം. ഓപ്ഷൻസ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് ഞാൻ മുൻപ് വീഡിയോ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് പരിഹരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിലെ സീറ്റുകൾ നമ്മൾ പരിഗണിച്ചിട്ടില്ല. അത് പരിഗണിക്കാതെ നമുക്ക് ഈ 14,346 സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ സീറ്റുകളാണ് താൻ പരിഗണിക്കേണ്ടത്, ഏതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഏതൊക്കെ ബ്രാഞ്ചുകളാണ് താൻ പരിഗണിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കി വെക്കുക. നമ്മൾ റാങ്ക് പ്രൊഡിക്ഷന് വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സംവിധാനത്തിലൂടെ നിരവധി പേര് തങ്ങളുടെ റാങ്ക് ഏത് ഭാഗത്തായിരിക്കും, ഏത് ബ്രാക്കറ്റിലായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. എൻ്റെ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഞാൻ പരമാവധി ആളുകൾക്കും റിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് പേര് അതിനകത്ത് ബാക്കി നിൽപ്പുണ്ട്. ഞാൻ സമയം പോലെ അത് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും റാങ്ക് പ്രൊഡിക്ഷൻ അപ്രോക്സിമേഷനാണ്. ഏകദേശ വാല്യൂ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്തരത്തിൽ സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് കോളേജുകളും കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഓരോ സ്റ്റേജിലുമുള്ള സംശയങ്ങൾക്കും നിങ്ങളുടെ ആശങ്കകൾക്കും ഒക്കെ പരിഹാരം കാണാനായിട്ട് ഈ ചാനൽ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.